ഞാൻ കുറച്ചു നേരം പുറത്തോട്ട് വന്നപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചേ? അബി, നീ എന്തിനാ വിഷമിക്കുന്നേ? ഇവിടെ ആരും വിശ്വസിക്കാൻ കൊള്ളില്ല ചേച്ചി. അതെന്താ? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നിനക്ക് വഴക്കേടെ ഇവിടെ അഞ്ചു കുഞ്ഞമ്മയില്ല, ദേവും ഇല്ല. പിന്നെ ആരാ? ആ ത്രിവേണി കുഞ്ഞമ്മ. ത്രിവേണി കുഞ്ഞമ്മയോ? എന്താ പറഞ്ഞേ? കുഞ്ഞമ്മ കുഞ്ഞമ്മ ഇവനെ വഴക്ക് പറഞ്ഞോ? പിന്നെ വഴക്കല്ല പറയണ്ടേ, നീ എന്ത് മണ്ടനാടാ? കുഞ്ഞമ്മ കൊച്ചിനെ വീണ്ടും വഴക്ക് പറഞ്ഞോണ്ടല്ലോ, എന്താ കാര്യം? എടി, നിന്റെ അച്ഛൻ എന്നോട് കുറച്ച് കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ചേച്ചിയുടെ ജോലി കളഞ്ഞ നിന്റെ അച്ഛനല്ലാന്ന്. അതെനിക്ക് വിശ്വാസമായി. കുഞ്ഞമ്മയ്ക്ക് വിശ്വാസായോ? വിശ്വാസമായോന്ന് ചോദിച്ചാ ഒരു 60% വിശ്വാസമായി. പിന്നല്ല, സൂപ്പർ. കുഞ്ഞമ്മ ബാക്കി പറ. എടി, ഞാൻ ഒരു 100% ഉറപ്പായതിനു ശേഷം ചേച്ചിനോട് പറയാൻ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഇവൻ കയറി വന്ന് അച്ഛന് വിശ്വാസമായോന്നൊക്കെ ചോദിച്ചത്, അതും ചേച്ചിയുടെ മുമ്പിൽ വെച്ച്. അപ്പൊ തന്നെ ഇവര് ഇടി കൊടുക്കണ്ടായിരുന്നോ കുഞ്ഞമ്മ? ഇടി കൊടുക്കണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ചേച്ചിനോട് ഒരു 100 കള്ളം പറഞ്ഞ അവിടെ പിടിച്ചുന്നത്. എടാ, നിനക്ക് അറിഞ്ഞൂടെ അച്ഛന്റെ ഒരു കാര്യം പറഞ്ഞ അമ്മയുടെ അടുത്ത് ചെല്ലുന്ന നമുക്ക് ഇഷ്ടമല്ലാന്ന്? പിന്നെന്തിനാ നീ ഇങ്ങനൊക്കെ ചെയ്തേ? ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല ചേച്ചി, സോറി. അതൊന്നും സാരമല്ല. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ അമ്മേനെ എനിക്ക് നല്ല പോലെ അറിയാവുന്നോണ്ടാ പറയണേ. നിങ്ങളുടെ അച്ഛൻ നിരപരാധിയം തെളിയിക്കുന്ന തെളിവുണ്ടെങ്കിൽ മാത്രമേ ചേച്ചിയുടെ അടുത്തേക്ക് പോവുള്ളൂ. ചേച്ചിക്ക് ഒരു അക്ഷരം തിരിച്ചു പറയാനുള്ള സ്പേസ് ഉണ്ടാവരുത്, എന്നാലേ ചേച്ചി വിശ്വസിക്കൂ. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. എന്നാലും കുഞ്ഞമ്മയ്ക്ക് വിശ്വാസമായില്ലോ, അത് മതി. വിശ്വാസമൊക്കെ ആയി. പക്ഷെ നിങ്ങളുടെ അച്ഛൻ ചേച്ചി ജോലിക്ക് വിടാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നാ ചേച്ചി പറയണേ. അത് മനസ്സിലാക്കാൻ എന്റെ ചേച്ചി 15 വർഷം എടുത്തു. കുഞ്ഞമ്മ, അച്ഛൻ എന്നോട് കള്ളം പറയില്ല. നിന്റെ അച്ഛൻ നിന്നോട് ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ലേ? അങ്ങനൊക്കെ ചോദിച്ചാ 1-2 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പൊ നിങ്ങളുടെ അച്ഛനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? കുഞ്ഞമ്മ തൽക്കാലം വിശ്വസിക്കേ. എന്താ അവിടെ പരിപാടി? മാളു, നീ എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളമ്മ. എന്താ ഒരു ചർച്ച? ഏയ്, ഒന്നുമില്ല ചേച്ചി. ഞാൻ ഇവനെ ഒരു ഡോസ് കൊടുത്തതാ. ദേ, ഞാൻ ഒരു കാര്യം പറയാം. മേലെ നിങ്ങളുടെ അച്ഛന്റെ കാര്യം പറഞ്ഞ എന്റെ അടുത്തേക്ക് വന്നേക്കരുത്, മനസ്സിലായാ? മാളു, പിന്നെയും തുടങ്ങിയോ നിങ്ങള്? ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഒന്നും പറഞ്ഞു വന്നിട്ടില്ലല്ലോ. പിന്നെന്താ അമ്മ? ഒന്നുമില്ല. ഒന്നും ഇല്ലാതിരുന്നാ കൊള്ളാം. ദേ, തെളിവ് കിട്ടുന്നവരെ ചേച്ചിയുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും തരൂല, കേട്ടാ? കുഞ്ഞമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. വല്ലാതെ ഡിസ്റ്റർബ് പോയി അല്ലേടാ? ചേച്ചി, ഞാൻ എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ നിങ്ങളെ നോക്കി നടക്കായിരുന്നു. എന്താട്ടാ? നിങ്ങളുടെ അച്ഛനമ്മയെ ഒന്നിപ്പിക്കാനായിട്ടേ നല്ലൊരു കിടിലൻ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതുവഴി ഞാൻ ത്രിവേണി ഒന്നിക്കും. പറയട്ടെ? വേണ്ട. വേണ്ടേ? അതെന്ത് പറ്റി? അച്ഛനല്ല അമ്മയുടെ ജോലി കളഞ്ഞെന്ന് കുഞ്ഞമ്മയെ വിശ്വസിപ്പിക്കുന്ന ഐഡിയ അല്ലേ? അതെ. ഇത് വർക്കൗട്ടായ ത്രിവേണി എന്തായാലും വിശ്വസിക്കും മോഹനായിട്ട് ഇന്നസെന്റ് ആണ്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം? കുഞ്ഞമ്മ എന്താ ചേട്ടനെ തിരിഞ്ഞോലും നോക്കാത്തേന്ന്. അതെന്താടെ അങ്ങനെ ഒരു ഡോക്ക്? എന്റെ അർജുൻ ചേട്ടാ, കുഞ്ഞമ്മയ്ക്ക് മനസ്സിലായി അച്ഛൻ നിരപരാധിയാണെന്ന്. അതെപ്പോ? കുറച്ചു മുമ്പ്. അതെങ്ങനെ ശരിയാവും? ഞാൻ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നല്ലേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇനി എന്തായാലും ചേട്ടന്റെ ഒരു സഹായം ഈ കാര്യത്തിന് വേണ്ട. പിള്ളേരാണെന്ന് നോക്കില്ല കേട്ടോ, ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ത്രിവേണിക്ക് വേണ്ടി സ്വന്തം അമ്മനെ ചതിക്കുന്നതാണ് ഞാൻ. അത് നിങ്ങൾ മറക്കരുത്. അയ്യോ, സ്വന്തം അമ്മയെ ചതിക്കാന്നാ? ഇന്നലെ കണ്ടൊരു പെണ്ണിന് വേണ്ടി സ്വന്തം അമ്മയെ ചതിക്കുന്ന അഭി നോക്കടാ. സ്വന്തം അമ്മയെ ചതിക്കുന്ന മോശം, വളരെ മോശം. വളരെ മോശം ചേട്ടാ, വളരെ മോശം. പിള്ളേരെ, ഇതൊന്നും ശരിയല്ല കേട്ടോ. അല്ല, എനിക്ക് തന്നെ വേണം. ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ കുഞ്ഞമ്മയുടെ പുറകെ നടന്നാ ഞങ്ങൾ അമ്മയോട് പറയും. പിന്നെ അറിയാലോ എന്താ നടക്കുന്നേന്ന്. എന്തായാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചേട്ടന്റെ ആവശ്യം വേണ്ട.
അതുകൊണ്ട് ചേട്ടൻ പോയി ജോലി